നമ്മൾ പ്രയാഗ്രാജിലെത്തി. പ്രയാഗ്രാജിൽ നിന്ന് നമ്മളുടെ സെക്ടർ 25-ലാണ് നമ്മുടെ റൂം, നമ്മളെ ഇതുള്ളത്, ടെൻ്റ് ഉള്ളത്. അത് അന്വേഷിച്ച് പോവുകയാണ്. ഇത് ഏക്കർ കണക്കിന് സ്ഥലത്ത് ലക്ഷക്കണക്കിന് ടെൻറ്റുകളാണ്. ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ ഞങ്ങൾക്ക് 8 കിലോമീറ്റർ നടക്കേണ്ടിയിരുന്നു. ഭാഗ്യത്തിലൊരു ഓട്ടോ കിട്ടി, ബാറ്ററി ഓട്ടോ. അതിലാണ് ഇപ്പോൾ പോണത്. ഇതൊക്കെ എങ്ങനെ ക്രോസ് ചെയ്ത് കൊടുക്കുകയാണ്. എങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ട് താൽക്കാലികമായി ഉണ്ടാക്കിയ പാലങ്ങളാണ് ഇതൊക്കെ. അതിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. നമ്മളിതാ കുംഭമേള നഗരിയിലെത്തി. നമ്മളെ ടെൻറ്റിൽ വന്നു. ടെൻറ്റിൽ ഇപ്പോൾ ജസ്റ്റ് എത്തിയിട്ടുള്ളൂ. ഇതൊക്കെയാണ് ടെൻറ്റ്. ഇതിങ്ങനെ നീളത്തിൽ ഇതുപോലെ ടെൻറ്റുകൾ ഉണ്ട്. ഈ ടെൻറ്റിലൊക്കെ ഏതാണ്ട് ഇവിടെ തന്നെ ഞാനിപ്പോൾ താമസിക്കുന്ന ടെൻറ്റിൽ തന്നെ ഏതാണ്ട് ഒരു 200-300 ടെൻറ്റുണ്ട്. ഓരോ ലൈനായിട്ട്, ഓരോ വരിയായിട്ട്. ഇതൊക്കെ തൽക്കാലത്തേക്ക് തെട്ടിയുണ്ടാക്കിയാണ്. ഇതുപോലത്തെ ആയിരക്കണക്കിന് ടെൻറ്റ് ഉണ്ട് ഇവിടെ. നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം 25th സെക്ടറിലാണ് ഞാനുള്ളത്. ഇതുപോലെ തന്നെ ഓരോ സെക്ടറിൽ ഇതുപോലെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടോ, ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ജസ്റ്റ് എത്തിയിട്ടേ ഉള്ളൂ. നമുക്ക് ഫുഡ് കഴിച്ചിന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ ആ ഗാർഡുകളിലൊക്കെ പോകാനിരിക്കുന്നു. നല്ല തണുപ്പാണ്. ഇന്ന് തണുപ്പ് കുറവാണെന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് തന്നെ നമുക്ക് അൺസൈക്കബിൾ തണുപ്പുണ്ട്. നമ്മൾ ഋഷികുൽ എല്ലാം ഉള്ളത് ഇവിടുത്തെ ടെൻറ്റുകളാണ്. ഇവിടെ കോമൺ ആയിട്ടൊരു ഡോർമെറ്ററി പോലത്തെ സംവിധാനം, എല്ലാവർക്കും കട്ടിലും കടക്കൊക്കെ ഉള്ള സംവിധാനമുണ്ട്. പിന്നെ ആ കാണുന്നതൊക്കെ ടെൻറ്റുകളാണ്, ബാക്കിൽ കാണുന്നതൊക്കെ. അതുപോലത്തെ ഒരു 10-600 ടെൻറ്റ് ഉണ്ട് ഇവിടെ. ടെൻറ്റ് നല്ല സൗകര്യമുള്ളതാണ്. ഇതിൽ 3 ടൈപ്പ് ടെൻ്റ് ഉണ്ട്. ഇപ്പോൾ ലക്ഷറി ടെൻ്റ് ഉണ്ട്, പിന്നെ ഒരു മീഡിയം, പിന്നെ ഒരു മിനിമം സൗകര്യമുള്ള ടെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളതിൽ ഒരു നല്ല ടെൻ്റ് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് കിട്ടി. ടെൻറ്റിന് ഭയങ്കര റേറ്റാണ് ഇവിടെ. ഒരു ദിവസത്തേക്ക് നമുക്ക് 30,000, 20, 15 ഒക്കെയാണ്. 10,000, 15,000, 20,000 ഒക്കെയാണ് പെർ ഡേ. പക്ഷേ ഭയങ്കര സൗകര്യമാണ്. 3-4 വരെ ഫുഡ് തരും, പിന്നെ ഒക്കെ ഉണ്ട്. ഇത് 25 സെക്ടറിലാണുള്ളത്. 25-ൽ